മംഗളമാംഗല്യം മംഗസുമംഗലിക താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ. അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. കേരളത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം തട്ടിയെടുക്കാനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിക്കുന്നതെന്ന് മന്ത്രി MP രാജേഷ്. ഇത് പ്രതിപക്ഷ നേതാവിനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും MP രാജേഷ് അങ്കമാലിയിൽ പറഞ്ഞു. ഗവർണർ വളരെ വിചിത്രമായ രീതിയിലാണല്ലോ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചു ദിവസം മുമ്പ് നമ്മൾ അദ്ദേഹത്തെ കോഴിക്കോട് മിഠായിത്തെരുവിൽ അലുവ തിന്നാൻ പോകുന്നതായിട്ട് കാണുകയുണ്ടായി. ഇപ്പോൾ അദ്ദേഹം ഞാൻ വരുമ്പോൾ യൂട്യൂബിൽ കാണുകയുണ്ടായി, ടെലിവിഷൻ ചാനലുകളിലൂടെ. അദ്ദേഹം നിലമേലിൽ ഒരു കടയുടെ മുമ്പിൽ കുട്ടി വാശി പിടിച്ചിരിക്കുന്നത് പോലെ കസേരയിട്ടിരിക്കുന്നത് കാണുകയുണ്ടായി. ഇതെല്ലാം ശിശു സഹജമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൗതുകങ്ങളോ വാശിയോ മാത്രമായിട്ട് കാണാനാവില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം തൊട്ടു പിന്നാലെ കേന്ദ്രമന്ത്രിയുടെ ഒരു പ്രതികരണം. അപ്പോൾ ഗവർണറുടെ പ്രകടനത്തിന് കേന്ദ്രമന്ത്രിയുടെ പക്കമേളം തൊട്ട് പിന്നാലെ വരുമ്പോൾ അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിപുലമായ രാഷ്ട്രീയ അജണ്ടയാണ്. തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. മാത്രമല്ല, യഥാർത്ഥത്തിൽ ഗവർണർ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ നടത്തുന്ന ഈ നീക്കം അപലപനീയമാണ്. അത് പ്രതിപക്ഷ നേതാവിനെ അവഹേളിക്കൽ കൂടിയാണ്. കൊല്ലത്ത് SFIയുടെ പ്രതിഷേധത്തിനിടെ കാറിൽ നിന്ന് പുറത്തിറങ്ങി റോഡരികിലെ കടയ്ക്ക് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയ ഗവർണറുടെ അപ്രതീക്ഷിത നീക്കത്തെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി MP രാജേഷ്. കുറച്ചു നാളുകളായി വിചിത്രമായ പെരുമാറ്റമാണ് ഗവർണർ നടത്തിവരുന്നത്. നേരത്തെ കോഴിക്കോട് മിഠായി തെരുവിലൂടെ അലുവ തേടി നടന്നു. ഇപ്പോൾ കൊല്ലത്ത് റോഡരികിലെ കടയിൽ കുത്തിയിരുന്നു. ഇതൊന്നും ശിശുസഹജമായ കൗതുകമായി കാണാനാകില്ല. ഇതിനു പിന്നിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയമുണ്ട്. ഗവർണറുടെ പെരുമാറ്റത്തിന് പിന്നാലെയുണ്ടായ കേന്ദ്രമന്ത്രിയുടെ പ്രതികരണത്തിലൂടെ ഇത് വ്യക്തമാണ്. പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം തട്ടിയെടുക്കാനാണ് ഗവർണറുടെ ശ്രമം. ഈ നീക്കം പ്രതിപക്ഷ നേതാവിനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും MP രാജേഷ് പറഞ്ഞു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ, പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.